ഈശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ് നാം വായിച്ച് ധ്യാനിക്കുക. ഈ തിരുവചന ഭാഗം സ്നാപക യോഹന്നാൻ്റെ ഒരു ജീവചരിത്രമാണ്. സ്നാപക യോഹന്നാൻ യേശുവിന് മുന്നോടിയായിട്ട് വന്നു. യേശുവിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ചു. സ്നാപകൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും ബോധ്യങ്ങളിൽ അടിയുറച്ച ജീവിതവുമാണ് നമ്മളിവിടെ കാണുക. ഇന്ന് സുവിശേഷം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ മനസ്സിൽ കടന്നു വരിക സ്നാപകൻ്റെ വ്യക്തിത്വമാണ്. സ്നാപകൻ വ്യക്തമായിട്ട് അവബോധമുള്ളവനാണ്, താൻ ആരാണ് എന്നുള്ളതിനെപ്പറ്റി. യേശുവാണ് വലിയവൻ, തന്നേക്കാൾ മുമ്പുള്ളവൻ യേശു തന്നെയാണ്. തൻ്റെ അനർഹതയും അയോഗ്യതയുമൊക്കെ സ്നാപകൻ എടുത്തു പറയുന്നുണ്ട്. പക്ഷേ യേശുവിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഉൾക്കാഴ്ച യോഹന്നാനിലുണ്ട്. തൻ്റെ ശിഷ്യന്മാർ യേശുവിനെ കാണുമ്പോൾ, അവർ യേശുവിനെ അനുഗമിക്കുമ്പോൾ ഒരു നഷ്ടബോധമൊന്നും യോഹന്നാനില്ല. പത്രോസും അന്ത്രയോസും യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു, സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു. വ്യക്തമായിട്ട് നമ്മളത് കാണുന്നു 1-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ. പക്ഷെ അവർ യേശുവിനെ അനുഗമിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ സ്നാപകന് നഷ്ടമാണ് ഉണ്ടാകുന്നത്. പക്ഷെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ യേശു ആരാണെന്നുള്ള ഉൾക്കാഴ്ച തന്നിൽ നിറയുമ്പോൾ പിന്നെ എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാൻ, ആ ശിഷ്യത്വത്തിൽ വളരാൻ സ്നാപകന് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. സ്നാപകൻ പറയുന്നു, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. 2 പ്രാവശ്യം ആ പരാമർശം നമ്മൾ കാണുന്നുണ്ട്. അവർ ബന്ധുക്കളാണ്, നമുക്കറിയാം. സ്നാപക യോഹന്നാൻ ശരിക്കും ഈശോയുടെ അങ്കിളിൻ്റെ സ്ഥാനത്താണല്ലോ. അത്ര പരിചയമുണ്ടായിരുന്നെങ്കിലും സ്നാപകൻ തന്നെ പറയുകയാണ്, എനിക്ക് ഈശോയെ മുഴുവനും അറിയാൻ, അവിടുന്ന് ആയിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഏറ്റുപറയുകയാണ്. പക്ഷേ മനസ്സിലായപ്പോൾ, ആ ഉൾക്കാഴ്ചയാൽ നിറഞ്ഞപ്പോൾ യേശുവിന് മുമ്പിലെല്ലാം സമർപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് യോഹന്നാൻ്റേത്. ഇത് നമുക്ക് നല്ല ഒരു മാതൃകയാണ്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളോ ലാഭനഷ്ടങ്ങളോ അല്ല, യേശു ആരാണ്, യേശു എനിക്ക് ആരാണ് എന്നുള്ള ബോധ്യം നിറയുമ്പോൾ അവിടുത്തെ പക്കൽ നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, സ്നാപകൻ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ്. ഒന്നാമത്തേത്, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈശോ രക്ഷകനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത് ലോകത്തിൻ്റെ പാപം നീക്കാനാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, നിരവധി സൂചനകൾ നമുക്കതിനെപ്പറ്റിയുണ്ട്. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 7-ാം വാക്യം അത് ഇപ്രകാരമാണ്. 7-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തുവെങ്കിലും അവൻ ഉരിയാടിയില്ല, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം ഭജിച്ചു. സഹനദാസനായിക്കൊണ്ട് അവിടുന്ന് നമുക്ക് രക്ഷ നേടിത്തന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിലും 5-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. അപ്പോൾ ഈ ലോകത്തിൻ്റെ പാപം നീക്കാൻ ദൈവം നിയോഗിച്ച ഈ പെസഹ കുഞ്ഞാട് തിന്മയെ നശിപ്പിക്കുന്ന, ഈ ലോകത്തിൻ്റെ അധിപതികളെ വെല്ലുവിളിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അത് വ്യക്തമാക്കുകയാണ് സ്നാപകൻ.
ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇന്ന് ഈ ലോകത്തിൽ തിന്മ പെരുകുമ്പോൾ സ്നാപകൻ്റെ സന്ദേശം എത്രയോ അർത്ഥപൂർണമാണ്. തിന്മയുമായി സമരസപ്പെട്ടു പോകാതെ, അതിനോട് കോംപ്രമൈസ് ചെയ്യാതെ ജീവിക്കാൻ നമുക്കൊക്കെ വലിയ കടമയുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സത്യമാണ് സ്നാപകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് തിന്മ പെരുകുമ്പോൾ ലോകത്തിൽ പലരും വിശുദ്ധിയും സുഹൃതങ്ങളും മൂല്യങ്ങളും മറക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അങ്ങനെ മറക്കാനും മൂല്യങ്ങൾ അവഗണിക്കാനും പുണ്യത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കാനും ഒക്കെയുള്ള പ്രവണതകൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും തിന്മയെ നീക്കാൻ വന്ന, പാപത്തെ നീക്കാൻ വന്ന ഈ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ നമുക്ക് ഓർക്കാം. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക, സ്നാപകന് വ്യക്തമായ ഒരു ഉൾക്കാഴ്ചയുള്ളത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ് യേശു എന്നുള്ള അവബോധമാണ്. ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അതാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. മെനോ എന്നുള്ള വാക്ക് എബൈഡ് എന്നുള്ള വാക്കാണ്. കൂടെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ സഹവസിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന വാക്കാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിലാണല്ലോ നമ്മളത് കാണുക. അപ്പോൾ യേശുവിൽ ആത്മാവിന് നിറവുണ്ട്. ഈ ആത്മാവിൻ്റെ നിറവ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നു. ഈ വ്യക്തമായ അവബോധം സ്നാപകനുണ്ട്. അതുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ പോയാലും യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചാലും കുഴപ്പമില്ല, കാരണം അവർക്ക് ആത്മാവിന് നിറവുണ്ടാകും എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം സ്നാപകനുണ്ട്. ആത്മാവിന് നിറവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ് നമ്മിൽ നിറയുമ്പോഴാണ് യേശുവിൻ്റെ ശിഷ്യന്മാരാകാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ ലാഭനഷ്ടങ്ങളൊക്കെ വെടിയാനും എല്ലാ അർത്ഥത്തിലും യേശുവിൻ്റെ ശിഷ്യന്മാരാകാനും നമുക്ക് സാധിക്കുക ഈ ആത്മാവ് നമ്മിൽ നിറയുമ്പോഴാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ടിന്ന് ചിന്തിക്കാം. സ്നാപകൻ്റെ വ്യക്തിത്വം, സ്നാപകൻ്റെ ബോധ്യങ്ങൾ, സ്നാപകൻ്റെ ഉൾക്കാഴ്ച നമുക്ക് ധ്യാനിക്കാം. ഈ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാടിൻ്റെ വഴിയിൽ നമുക്ക് വ്യാപരിക്കാം. അതിനായിട്ട് ആത്മാവ് കൊണ്ട് നിറയാം. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ നാം യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യരാകും എന്നുള്ളത് നമുക്ക് ഇന്നോർക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.